ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഹോൾ ടിക്കറ്റ് വരുമോ, എക്സാം ഡേറ്റ് മാറ്റോ, എന്താ ഹോൾ ടിക്കറ്റ് വരാത്തതെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമല്ലായിരുന്നു എല്ലാവരും. ഇപ്പോൾ ഹോൾ ടിക്കറ്റ് വന്നു, സെൻറ്ററൊക്കെ എവിടെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവും. ഇനി തീവ്ര പരിശീലനത്തിൻ്റെ സമയമാണ്. നമുക്കിനി 10-11 ദിവസങ്ങളെ മുന്നിലുള്ളൂ. കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ 11 ദിവസം. അപ്പോൾ അത് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സബ്ജക്റ്റിന് കൊടുക്കാനുള്ള ദിവസം പോലും നമ്മുടെ കയ്യിലില്ല. ഒരു ദിവസം നമ്മൾ 2 സബ്ജക്റ്റ് ഒക്കെ ഇടേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റുകൾക്കൊക്കെ നമുക്ക് ഓരോ ദിവസം കൊടുക്കാം. ഇപ്പം സൈക്കോളജി, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, സയൻസിനൊക്കെ നമുക്ക് ഓരോ ദിവസം കൊടുക്കാൻ പറ്റും. ചിലപ്പം ജിയോഗ്രഫി, എക്കണോമിക്സ് ഒരു ദിവസം ഇടേണ്ടി വരും. ഇന്ത്യൻ ഹിസ്റ്ററി അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ഇടേണ്ടി വരും. അങ്ങനെയൊക്കെ ഇടാനുള്ള ഒരു സമയം നമുക്കുള്ളൂ. അപ്പം നിങ്ങളുടെ ഒരു സൗകര്യം അനുസരിച്ച് എങ്ങനെയാണോ എന്ന് വെച്ചാൽ ആ രീതിയിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, കറണ്ട് അഫയേഴ്സ് വേണമെങ്കിൽ അവസാന ദിവസത്തേക്ക് വെച്ചാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഇന്ന് നിങ്ങൾ എല്ലാം കൂടി ഒന്ന് ഫൈനലൈസ് ചെയ്തിട്ട് നോട്ട് എഴുത്തും പരിപാടികളൊക്കെ നിർത്തിയിട്ട് നാളെ മുതൽ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാം. ഇപ്പോൾ ഒത്തിരി ചാനലുകളായാലും ഒരുപാട് ലൈവ് ക്ലാസ്സുകളൊക്കെ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പം അതിലൊക്കെ ടൈം ടേബിളൊക്കെ ഞാൻ കണ്ടു. അപ്പം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അത് ഫോളോ ചെയ്യുക. ഇനി എന്തായാലും നമുക്ക് കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ, അത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കുക. ഓക്കെ, നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു ഇനിയുള്ള ദിവസങ്ങൾ അതിനനുസരിച്ചിരിക്കും നമ്മുടെ റിസൾട്ട്. ഓക്കെ, ഇത്രയും ദിവസം പോയത് പോട്ടെ, ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ മാക്സിമം വർക്ക് ചെയ്യുക. അതിന്റെ ഔട്ട്പുട്ട് എന്തായാലും നമുക്ക് കിട്ടിയിരിക്കും. കാരണം ഈ ചുരുങ്ങിയ ദിവസത്തിൽ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ആ ദിവസം പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് കോൺഫിഡൻസോട് കൂടി ഇറങ്ങി വരണ്ടേ? അപ്പൊ അത് മാത്രം മനസ്സിൽ കാണുക. ആ പരീക്ഷ എഴുതി കഴിയുന്ന ആ ഒരു മൊമെന്റ് മാത്രം ഇപ്പൊ മനസ്സിൽ കണ്ടാൽ മതി. പരീക്ഷ എഴുതുന്നതിന് മുമ്പേ ഉള്ള ഞാൻ പഠിച്ച ഇതൊക്കെ വരുമോ, ഈശ്വരന് എന്താ വരുമോ, അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട. നമ്മൾ പഠിച്ചതേ വരൂ, അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, നെഗറ്റീവായിട്ട് ഒന്നും ചിന്തിക്കേണ്ട. ഞാൻ കറപ്പിച്ചാൽ അത് ശരിയാവോ, തെറ്റിപ്പോവോ, അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട. മാത്സ് എളുപ്പമുള്ളത് വരുമോ, ടഫ് ആയിരിക്കുമോ, അങ്ങനത്തെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ഹാവൂ ഞാൻ പഠിച്ചതൊക്കെ വന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഇറങ്ങി വരാൻ പറ്റണം. ആ ഒരു മൊമെന്റ് മാത്രം ഇപ്പം ആലോചിക്കുക, വേറെ ഒന്നും ആലോചിക്കേണ്ട. അങ്ങനെ നമുക്ക് കോൺഫിഡൻസോട് കൂടി ഇറങ്ങി വരണമെങ്കിൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സെക്കൻഡ് നമ്മൾ ഉപയോഗിക്കണം. ഈ ഒരു സെക്കൻഡിൽ ഒരു മാർക്കെങ്കിൽ ഒരു മാർക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് ഓർക്കുക അല്ലെങ്കിൽ പഠിക്കുക. ഓക്കെ, ഇപ്പോൾ ഒരുവിധം എല്ലാ ഇതിലും റിവിഷൻ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മാക്സിമം റിവിഷൻ ക്ലാസ്സുകൾ കാണാം. ക്വസ്റ്റ്യൻസ് മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യാം. ഒരു ചോദ്യം ഒന്നിൽ കൂടുതൽ തവണ കാണുമ്പോൾ നമ്മളത് പഠിച്ചു കഴിഞ്ഞു, നമ്മൾ അറിയാതെ നമ്മളത് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, അതിന്റെ ആൻസർ നമ്മൾ കണ്ടു, വീണ്ടും അത് വേറെ ഏതെങ്കിലും ഒരു സെറ്റിൽ അതേ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിന്റെ ആൻസർ അവിടെ ചെയ്യാൻ പറ്റും. അത് നമ്മൾ അറിയാതെ നമ്മൾ പഠിക്കുവാണ്. അതാണ് ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം. ഓക്കെ, ഇപ്പം ഞാൻ സൈലത്തിലാണ്. ഓക്കെ, അപ്പൊ അതിൽ റിവിഷൻ ക്ലാസ്സുകൾ എനിക്ക് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ഞാൻ കുറച്ചായിട്ട് റിവിഷൻ ക്ലാസ്സുകൾ കാണുന്നുണ്ട്. കാരണം എനിക്ക് ഒത്തിരി ക്ലാസ്സും ഒക്കെ പെൻഡിങ് വന്ന സമയത്ത് എനിക്ക് ലൈവിന്റെ ഒപ്പം അല്ലായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ ഇപ്പം റിവിഷൻ ക്ലാസ്സുകൾ മാക്സിമം കാണാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് പരിചയപ്പെടാൻ പറ്റും. പിന്നെ അതിന്റെ റിലേറ്റഡ് പോയിന്റ്സും എല്ലാവരും പറയുന്നത് കൊണ്ട് നമുക്കൊരു പ്രോപ്പർ റിവിഷൻ അവിടെ കിട്ടും. ഓക്കെ, എല്ലാവരും അപ്പം റിവിഷൻ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തുക. അതേപോലെ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി പഠിക്കുക. നോട്ടായാലും നമ്മൾ നോട്ട് ഒരു തവണ വായിച്ചതാണെങ്കിൽ നമുക്കൊരു പരിചയം ഉണ്ടാവുമല്ലോ, വീണ്ടും ആ നോട്ട് തന്നെ വായിക്കുക. അല്ലാതെ വേറൊരു ടെക്സ്റ്റോ വേറെ എന്തെങ്കിലും ഒരു സോഴ്സോ വായിക്കുന്നതിന് പകരം നമ്മുടെ നോട്ടിൽ നമ്മൾ എന്താണോ എഴുതി വെച്ചിട്ടുള്ളത് അത് ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ പതിഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ഒരു വട്ടം വായിച്ചതാണെങ്കിൽ. അപ്പോൾ വീണ്ടും അത് തന്നെ വായിക്കാം. ഓക്കെ, പിന്നെ കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ മാക്സിമം ചുരുക്കി, അതായത് വരിച്ചു വാരി പഠിക്കാതെ നമുക്ക് കുറച്ച് ഏരിയാസ് ഉണ്ടല്ലോ. ഇപ്പം നോബൽ പ്രൈസ് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അതേപോലെ ചന്ദ്രയാൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളില്ലേ, ബജറ്റ്, പിന്നെ വാർഷികാഘോഷങ്ങൾ, വിവരസാങ്കേതിക വിദ്യ, പുരസ്കാരങ്ങൾ, പദ്ധതികൾ, അങ്ങനത്തെ കുറച്ച് ഏരിയാസ് ഇല്ലേ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത, അതൊക്കെ എന്തായാലും ഒന്ന് നോക്കി വെക്കാം. ചിലരുടെ വിയോഗങ്ങളൊക്കെ ഇപ്പം 2023 ചിലരുടെ വിയോഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ ഇപ്പം വൈക്കം സത്യാഗ്രഹത്തിന്റെ ഇത്ര വാർഷികം, ചട്ടമ്പി സ്വാമികളുടെ, അങ്ങനെയൊക്കെ പറഞ്ഞ നവോത്ഥാനത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അറിയാലോ ഇന്ന ഏരിയകളൊക്കെയാണ് പ്രധാനപ്പെട്ടത് എന്ന്. അതിൽ നിന്നൊക്കെ മാക്സിമം ഒന്ന് നോക്കുക. കറണ്ട് അഫയേഴ്സ് അങ്ങനെയൊക്കെ പഠിക്കുക. അതായത് നമ്മളിനി പരത്തി പഠിക്കാതെ ഒന്ന് ചുരുക്കി പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒന്ന് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തോ പറയണമെന്ന് തോന്നിയിട്ട് പറയുവാണ്.
അപ്പം ഇനി പരീക്ഷ കഴിഞ്ഞിട്ട് കാണാം, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി വീഡിയോസ് ഒന്നും ഇടുന്നില്ല, കാരണം ഇനി നമ്മൾ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ. മാക്സിമം ഉപയോഗപ്പെടുത്തുക. എന്താവും ഏതാവും എനിക്കറിയില്ല. ഞാൻ പറയുമ്പോൾ എൻ്റെ വാക്കുകളിൽ ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ പരീക്ഷയോട് അടുക്കുമ്പോൾ എല്ലാവരെയും പോലെ തന്നെ എനിക്കും ടെൻഷൻ ഉണ്ട്. ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഏരിയയിലൂടെ ഒന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ എല്ലാ ഏരിയയിലൂടെ ഒന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല. ഉള്ള ഏരിയയിൽ നിന്ന് മറന്നു പോവാതിരുന്നാൽ മതിയായിരുന്നു എന്ന് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതായത് പഠിച്ചത് മറന്നു പോവാതിരുന്നാൽ മതിയായിരുന്നു എന്ന് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതിനെന്താണ്, ഈ ഉള്ള ദിവസങ്ങളിൽ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പം നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് കാണാം. എല്ലാവർക്കും എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. നമ്മൾ ഒത്തിരി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാനൊക്കെ പ്ലേലിസ്റ്റിൽ സബ്ജക്റ്റ് വൈസ് കൊടുത്തിട്ടുണ്ട്. മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് പറ്റുന്നത് ഞാൻ അവസാനത്തേക്ക് ചെയ്തില്ലേ, കുറേ ക്വസ്റ്റ്യൻസ് വരുന്നത്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. തുടക്കത്തിലെ വീഡിയോസൊക്കെ ഞാൻ കുറേ ഓപ്ഷൻസ് വായിച്ചും കുറച്ചൊന്ന് സ്ലോ ആണ് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. എല്ലാവരും സ്പീഡിലിട്ടിട്ടായിരിക്കും കാണുന്നത്, അങ്ങനെയാകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഈ അവസാനത്തേക്ക് ഇട്ട വീഡിയോസൊക്കെ ഒന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ, കാണാത്തവരാണെങ്കിൽ. പിന്നെ അതൊക്കെ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇനിയുള്ള ദിവസം ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് മാത്രമേ വരുള്ളൂ എന്ന് വിചാരിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കൂ, നന്നായിട്ട് എക്സാം എഴുതൂ. എന്നിട്ട് എക്സാം എഴുതി കഴിഞ്ഞിട്ട് നമുക്കിവിടെ വരാം. എന്നിട്ട് നമുക്ക് നമ്മുടെ വിശേഷങ്ങൾ പറയാം, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ. അപ്പം എക്സാം കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.